ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസം കണ്ണൂരിലുള്ള വ്ളോഗായിട്ടാണ്. ഞാനിങ്ങനെ കണ്ണൂരിലേക്ക് എത്തിപ്പെട്ടെന്നല്ലേ. അവിടെയാണ് അമീനകൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞാൻറ്റി ലീവിന് സാറ്റർഡേയും സൺഡേയും കണ്ണൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു ഈ സാറ്റർഡേയും സൺഡേ അങ്ങോട്ട് പോരണോയെന്ന്. ആദ്യം ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചത്, കാരണം എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്കൂളിൽ ഹനാൻ ഷാനെ കാണാനുള്ള പ്രോഗ്രാം. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഉമ്മച്ചി ഹനാൻ ഷാനെ കാണാൻ പോകണില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. ഹനാൻ ഷാനെ കാണാനെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വീട്ടിലേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിൽ കണ്ണൂർക്ക് പോയാലോ എന്നൊരു ആലോചനയിൽ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായ ഒരു പോക്കാണിത്. അങ്ങനെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അമീനങ്കളും കുഞ്ഞാൻ്റെയും കൂടെ എൻ്റെ കോളേജിൻ്റെ അടുക്ക് വന്നിട്ടുണ്ടായിരുന്നു, PGയിലേക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഒരു 1 hour 45 minutes നമ്മൾ കണ്ണൂരിലെത്തി. അങ്ങനെ ആദ്യം പോയത് അമീനങ്ങളുടെ കടയൊക്കെയാണ്. കടയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നെസ്റ്റോയിൽ പോയിട്ട് ഒരു ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ നല്ല വ്യൂ കാണാൻ പറ്റും. ദൂരേക്ക് നോക്കിയാണ് കടൽ കാണാമെന്ന് ആൻറ്റി പറഞ്ഞു. അപ്പോൾ അത് കാണാനൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഡിന്നറിന് കുഞ്ഞാൻറ്റിൻ്റെ ബിരിയാണി ആയിരുന്നു. അത് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അമീനങ്കിൾ വന്നു. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. മാരിയറ്റ് കൊച്ചിൻ്റെ കേക്കാണ് കട്ട് ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. പക്ഷേ കഴിക്കാൻ വയറിൽ സ്ഥലമില്ലായിരുന്നു. രാത്രി സാറക്ക് ബീച്ചിൽ പോകണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി. പയ്യമ്പലം ബീച്ചിലാണ് പോയത്. 10 മണിക്ക് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഈ രാത്രി ബീച്ച് കാണാൻ പ്രത്യേക വൈബാണ്. പക്ഷേ വീഡിയോയിൽ ബീച്ചൊന്നും കാണുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ബീച്ചിൻ്റെ അവിടെ കുറേ നടന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെൽക്കം ടു നെക്സ്റ്റ് ഡേ. അങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് ആണ് ഇട്ടത്. ഈ റൂമിൽ നിന്ന് വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കുറേ സംഭവങ്ങൾ കാണുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വ്യൂ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്, ഇന്നലെ ലേറ്റായി കിടന്നതുകൊണ്ട് തന്നെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ കേക്ക് എടുത്ത് കഴിച്ചു. പിന്നെ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി ഓറഞ്ച് കൊടുന്നതിനു അത് കഴിച്ചു. സോ ഇവിടെ TV ആണ് കേട്ടോ. ഇനി നമുക്ക് ഇന്നലെ ബാൽക്കണിയിൽ നിന്ന് ബീച്ച് കാണാൻ പറ്റുന്ന ആൻറ്റി പറഞ്ഞില്ലേനോ, അപ്പോൾ അത് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇപ്പോഴട്ടോ ബീച്ചിൻ്റെ കാര്യമൊക്കെ ഓർമ്മന്നത്. വാവ്, ബീച്ചൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ബീച്ചൊക്കെ കാണുക എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നിട്ട് പഴയ റൂമിൽ നിന്ന് എല്ലാ റൂമിൽ നിന്ന് നോക്കിയാൽ ബീച്ചൊക്കെ കാണാമായിരുന്നു എന്ന്. ഇവിടുന്ന് ഇപ്പോൾ ബാൽക്കണി നോക്കിയാൽ മാത്രമേ ബീച്ച് കാണുള്ളൂ. ബട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ഈ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് അധികം നേരം നിൽക്കാതെ അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ അതിസാഹസികമായി സോയ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ആൻറ്റി ഉണ്ടാക്കിയ ചോറ്, ചെരങ്ങ കറി, തൈര്, പൊട്ടാറ്റോ ഫ്രൈ, പിന്നെ ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാനും സാറയും കൂടി ഫിലിം കണ്ട് കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ കേക്കില്ല, അതെടുത്ത് കഴിച്ചു. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ട് നല്ല വ്യൂ ആട്ടോ. ബാൽക്കണി നോക്കിയാൽ സൺസെറ്റ് ആവാൻ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈസ് വ്യൂ, സുബ്ഹാനല്ലാഹ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേ ചില ഫ്ലാറ്റുകളിൽ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആൻറ്റി വാട്ടർമെലൺ ജ്യൂസും നൂഡിൽസും ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ അത് കഴിച്ച് രാത്രി ബാൽക്കണി വന്നപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ സാർ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗ് എടുത്തുകൊണ്ടിട്ട് എഴുതുന്നത്. ആൻറ്റിൻ്റെ ഫോൺ ഫുള്ളായിട്ടുണ്ട്, അത്രമാത്രം വ്ളോഗ്സ് ഉണ്ട് അതിൽ. അങ്ങനെ അതിനിടെ ഞാനും ആൻറ്റി ലുഡോ കളിച്ചു, കുറച്ച് നേരം ഫിലിം കണ്ടു. അങ്ങനെ നമ്മൾ അങ്കിൾ വന്നപ്പോൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുബൂസും ഷവായും. അങ്ങനെ അതൊക്കെ കഴിച്ച് നമുക്ക് പുറത്ത് പോകണം എന്നുള്ള വാശിപ്പുറത്ത് നമ്മൾ വീണ്ടും പുറത്തേക്ക് പോവാണ്. അങ്കിൾ പറഞ്ഞു കണ്ണൂരിൽ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്, നാച്ചുറൽസ് എന്ന പേരുള്ള ഒറിജിനൽ ഐസ്ക്രീം കിട്ടുന്ന. അങ്ങനെ നമ്മൾ അവിടേക്ക് പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു.
എനിക്ക് തന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേബി ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ വീണ്ടും നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വിൻഡോ സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ചയായിട്ടത്. വെൽക്കം ടു ലാസ്റ്റ് ഡേ ഇൻ കണ്ണൂർ. അപ്പോൾ നമ്മുടെ കണ്ണൂരിലെ ലാസ്റ്റ് ദിവസമാണ്. ഫേവറേറ്റ് വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് കുബൂസും ചിക്കൻ കറിയായിരുന്നു. ലേറ്റായിട്ടാണ് ഇന്നലെ എത്തിയത്. 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ട് എണീക്കാൻ ചെയ്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ ഐമിൻ സോയും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ട് ക്ലാരിറ്റി ഇല്ല. ഞാൻ ഇതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് ഇങ്ങനെ ആയത്. എനിവേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി മുഹബത്ത് കാ സർബത്ത് കൊണ്ടുവന്നിരുന്നു. അത് കുടിച്ച് പിന്നെ കുളിച്ച് ഫ്രഷായി ചോറൊക്കെ തിന്ന്. ചോറിന് നിന്ന് ചിക്കൻ കറി, തൈര്, ഷവായൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ചു പോകണം. അങ്ങനെ 2 ദിവസത്തെ കണ്ണൂരിലുള്ളതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ പോലെ PGയിലോട്ട്, കോളേജിലോട്ട്. ഐമൻ്റെ വാക്കുകളിലൂടെ കേട്ട കണ്ണൂർ 2 ദിവസം അനുഭവിച്ചറിയാൻ പറ്റി. നല്ല അടിപൊളി ദിവസമായിരുന്നു. കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പിന്നെ അമീനകൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി തന്നിരുന്നേ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സോ ബൈ ബൈ.